2 3 ഇത് അപ്പൊ അങ്ങനെ നമ്മുടെ ഹാൻഡ് വാഷ് സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ മാട്ടാന്ന് അടിച്ചു കയറ്റിട്ടുണ്ട്. അപ്പൊ ഇത് അധികം ഇവിടെ വെച്ചാൽ ശരിയാവില്ല. അപ്പൊ ശരി, ബായിട്ടാ. ഹായ്, ഹലോ, നമസ്കാരം. അങ്കംവീട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഹാൻഡ് വാഷ് ആണ്, അതും നമ്മുടെ വീട്ടിൽ തന്നെ. ഇപ്പൊ മാർക്കറ്റില് അവൈലബിൾ ആയിട്ടുള്ള ഹാൻഡ് വാഷിന്റെ റേറ്റ് എത്രയെന്ന് അറിയോ? ഏകദേശം 100 രൂപ വരും 200 ml, അതും ബൈ 1 get 2 ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഏകദേശം 400 ml 100 രൂപയ്ക്ക് കിട്ടും. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 200 ml ഏകദേശം 50 രൂപ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് 200 രൂപയ്ക്ക് 3 ലിറ്റർ ഹാൻഡ് വാഷ് ആണ്. അപ്പൊ എത്ര രൂപ ഏകദേശം? അപ്പൊ അതറിയണവരുന്ന് കമന്റ് ബോക്സിൽ ഇട്ടോട്ടാ. ഇതാണ് നമ്മുടെ 200 രൂപയ്ക്ക് ഹാൻഡ് വാഷിന്റെ കിറ്റ് കിട്ടണേ. ഇതിൽ നമുക്ക് എന്തൊക്കെയുണ്ട് നോക്കിയാലൊന്ന്. അപ്പൊ കിറ്റിന്റെ ഉള്ളിൽ വരുന്നത് ഒരു പേൾ കോമ്പൗണ്ട് വരുന്നുണ്ട്. 226 ആണ് ഇതിന്റെ കോഡ് വരുന്നത്. പിന്നെ ഒരു സാൾട്ട്, ജി സാൾട്ട് എന്നാണ് പറയാ. പിന്നെ വരുന്നത് പെർഫ്യൂമും കളറും. നമ്മൾ റെഡ് കളറാണ് എടുത്തേക്കണേ, എനിക്ക് ചുവപ്പാണ് ഇഷ്ടം. ഈ ഒരു 4 ഐറ്റാണ് നമ്മുടെ ഹാൻഡ് വാഷിന്റെ കിറ്റിൽ വന്നേക്കണേ. ഈ ഒരു കോമ്പൗണ്ട്, പേൾ കോമ്പൗണ്ട്, ജി സാൾട്ട്, കളറ്, പെർഫ്യൂം. ഈ ഹാൻഡ് വാഷ് എങ്ങനെ മേക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞാലോ. ഈ 226 1 ലിറ്റർ വെള്ളത്തേക്ക് എടുക്കുക, മിക്സ് ചെയ്യുക, അത് മാറ്റി വെക്കുക. അപ്പൊ മൊത്തം ഇത് 2 ലിറ്റർ കിട്ടും. പിന്നെ നമ്മുടെ ഈ ജി സാൾട്ട് 1 ലിറ്റർ വെള്ളത്തേക്ക് എടുക്കുക, മിക്സ് ചെയ്യുക, മാറ്റി വെക്കുക. അപ്പൊ ടോട്ടൽ 3 ലിറ്റർ കിട്ടി. ഈ 3 ലിറ്ററും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അവസാനം കളറും പെർഫ്യൂമും നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ഇതിന്റെ വർക്ക്. അപ്പൊ നമ്മൾ ഈ ഹാൻഡ് വാഷ് മേക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ആദ്യം പ്രോപ്പറായിട്ട് നമ്മുടെ സേഫ്റ്റി നോക്കണം. ഗ്ലൗസ് ഇടണം, ഗൂഗിൾസ് വെക്കണം. കാരണം ഈ കെമിക്കൽ കോമ്പൗണ്ട്സ് കൈമേലും ദേഹത്തൊന്നും ആവാൻ പാടില്ല. പലർക്കും പല അലർജീസും, ഇച്ചിങ്, റാഷസ്, അങ്ങനത്തെ കുറെ രോഗങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല. പിന്നെ കുറച്ച് കാലമായിട്ട് ഞാനിത് ഉണ്ടാക്കണ കാരണം എനിക്ക് അങ്ങനത്തെ അലർജീസ് ഒന്നും ഇല്ല. അപ്പൊ ധൈര്യമായിട്ട് എനിക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും സേഫ്റ്റി എടുത്തോളൂട്ടാ, സേഫ്റ്റി ഫസ്റ്റ്. നമ്മുടെ ഈ ഹാൻഡ് വാഷ് മേക്കിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ എടുത്തേക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളാണ്. ശരിക്കും ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത് പ്ലാസ്റ്റിക്, മരം, സ്റ്റീല്, ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. അലുമിനിയം, ഓട്ടുപാത്രങ്ങൾ, ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം ഇതൊക്കെ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ഇതിന്റെ റിയാക്ഷൻ ആ പാത്രങ്ങൾക്ക് വരും. സ്റ്റീല്, പ്ലാസ്റ്റിക്, മരം, ഇതിന്റെ ഒന്നും റിയാക്ഷൻ ഉണ്ടാക്കിയില്ല. നോട്ട് ദിസ് പോയിന്റ്, യുവർ ഓണർ. അപ്പൊ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഈ പേൾ കോമ്പൗണ്ട് 226 മിക്സ് ചെയ്യാണ്. ഇപ്പൊ മണമൊന്നും ഇല്ല, പെർഫ്യൂം വെച്ചിട്ടില്ല. നോക്കൂ, ഇതിൽ കുറച്ച് തരികളുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി 1 ലിറ്റർ വെള്ളം ഒഴിക്കണം. 1 ലിറ്റർ വെള്ളം നമ്മൾ അളന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കുക. ഉള്ളത് പരമാവധി മുതലാക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ബാക്കി വെള്ളം കൂടിയും ഇതിലേക്ക് ഒഴിച്ചു വിട്ടാ. ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ലേ? കൊള്ളാട്ടത്. അയ്യോ, അതേ പുറത്തേക്ക് വീണു. ഇളക്കിയാലോ? നല്ല പ്രോപ്പറായിട്ട് നല്ല മിക്സ് ആവണം കേട്ടോ. പിന്നെ നമ്മൾ ഇളക്കുമ്പോ 1 ഡയറക്ഷനിലേക്ക് മാത്രം ഇളക്കാൻ പാടുള്ളൊരു കരക്കമ്പി കെട്ടണ്ടേ. എന്താ അതിന്റെ കെമിക്കൽ വശം ചോദിച്ചാൽ കറക്റ്റ് അറിയില്ല. പറയണവരുണ്ടെങ്കിൽ അത് കൂടി ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഇളക്കിയിട്ട് പതിയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി ജി സാൾട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. ഇത് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ സാധനം അവിടെ മാറ്റി വെച്ചിട്ട് 1 ലിറ്റർ വെള്ളം എടുക്കുക. നേരെ ഈ പാത്രത്തിൽ ഒഴിക്കട്ടെ. ജി സാൾട്ട്, റബ്ബർ പാൻ്റ് ഒക്കെ ഇപ്പൊ എന്താ ഒരു തടസ്സം. എല്ലമ്മോ, നമ്മൾ റബ്ബർ പാൻ്റ് അവനെ പൊട്ടിച്ചിട്ട് ഇത് നമ്മുടെ ഈ ജി സാൾട്ട് നമ്മുടെ ഈ 1 ലിറ്റർ വെള്ളത്തേക്ക് മിക്സ് ചെയ്യാം.
ഇത് നല്ല പോലെ ഒരു 10 മിനിറ്റിന്റെ മിക്സിന് ശേഷം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിക്കുക മിക്സ് ചെയ്യുക എന്ന പ്രോസസ്സാണ്. കോലെടുത്തു, ഇട്ടു, കുറച്ചൊഴിക്കുക, മിക്സ് ചെയ്യുക. നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യണേ, എന്നാലേ കറക്റ്റ് അതിന്റെ മിക്സ് കിട്ടുള്ളൂ, കൂട്ട് കിട്ടുള്ളൂ കറക്റ്റ്. അടുത്തായിട്ട് നമുക്ക് പെർഫ്യൂമും കളറും മിക്സ് ചെയ്യാം. ഇത് ഏകദേശം ഒരു ലെവലായിട്ടുണ്ട്. നമ്മൾ പെർഫ്യൂമിലേക്കാണ് കളർ മിക്സ് ചെയ്യണത്. ആകെ തെരി തന്നിട്ടുള്ളത് നമ്മൾ കളയാണ്ട് ഒരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നോക്കൂ, ഇത്രയാണ് കിട്ടിയേക്കണേ. ഇതിലേക്ക് നമ്മുടെ പെർഫ്യൂം ഏതാ മണാണാവോ? ലാവൻഡർ മണത്ത് നോക്കൂ. ഇതിലേക്ക് ഒഴിക്കാട്ടാ. മിക്സ് വെൽ. അപ്പൊ ഇത് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ആയി ചെവല കളറിൽ വരണ കണ്ടവൻ. ആയി നമ്മൾ വിചാരിച്ച ചോപ്പല്ല, ഒരു ചോപ്പ് പിങ്ക് അല്ല, റോസ് പിങ്ക്. അങ്ങനെ ഫൈനലി നമ്മൾ ആ കളർ ഇങ്ങനെ പ്രോപ്പറായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു പഞ്ഞി മിഠായിയുടെ കളറല്ലേ, കാണുമ്പോ തന്നെ തിന്നാൻ തോന്നാ. ഉള്ളിലേക്ക് നോക്കൂ. ഇതാണ് അതിന്റെ വിസ്കോസിറ്റി വരുന്നത്. നമ്മുടെ ഒരു ഹാൻഡ് വാഷിന്റെ ഫോമിലേക്ക് തന്നെ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഏകദേശം ഇത് മിക്സ് ചെയ്ത് കോമ്പൗണ്ട് ആയ കാരണം ഇതിന് വലിയ കെമിക്കൽ അലർജീസ് ഒന്നും വരില്ല. നമ്മൾ സോപ്പ് ഉണ്ടാക്കണ പോലെ ഒരു 30 ദിവസം 10 ദിവസം മാറ്റി വയ്ക്കാനായിട്ടില്ല. നമുക്കിതൊരു ഈ പദം ഒന്ന് പോണ വരെ ജസ്റ്റ് ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം. എത്രത്തോളം കെമിക്കൽ അല്ലേ. വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് ഇന്നലെ ചെയ്ത് വെച്ച നമ്മുടെ ഹാൻഡ് വാഷ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത് ചെക്ക് ചെയ്ത് നോക്കിയാലോ, ടെസ്റ്റ് ചെയ്താലോ? തുറക്കാണ് ഗൈസ്. നമ്മുടെ ഹാൻഡ് വാഷിന്റെ പാതയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, മുകളിലത്തെ ഒരുവിധം പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് ഒരു തരി എടുത്തിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ആ ഒരു വിസ്കോസിറ്റി നോക്കി നിങ്ങള്. നമുക്ക് ഇത്ര തോന്നിയൊന്നും ആവശ്യമില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് വാഷ് ചെയ്ത് നോക്കിയാലോ. കഴുകന്നെ നമ്മൾ കൈ നനച്ചു. ഒരു കഷ്ണം വെള്ളത്തിയ പോയില്ലോ. അപ്പൊ അങ്ങോട്ട് നമ്മുടെ വാനരപ്പട എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഹാൻഡ് വാഷ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അത് തിന്നാളതല്ല അവിടെ വെക്കാതെ.
ഇവരാണ് നമ്മുടെ കിരാലൂരിന്റെ സ്വന്തം നമ്മുടെ അങ്കമിട്ട് മീഡിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഗൈസ്. എന്നാ എല്ലാവർക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തന്നാലോ? വയോ എല്ലാരും വയോ ഗൈസ്, റെഡിക്ക് വരൂ എല്ലാരും. 2 3 ഉണ്ടാ ഇത് അടച്ചു വെക്കാം, ഇല്ലെങ്കിൽ സാധനം ചെലവാകും. അപ്പൊ അങ്ങനെ നമ്മുടെ ഹാൻഡ് വാഷ് സക്സസ് ആയിട്ടുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ മാട്ടാന്ന് പറഞ്ഞ അടിച്ചു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് അധികം ഇവിടെ വെച്ചാൽ ശരിയാവില്ല. അപ്പൊ ശരി, ബായിട്ടാ.